എൻ്റെ 12ാമത്തെ വയസ്സിൽ എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു. ഒരമ്മയുടെ സ്നേഹത്തിനും പകരം വയ്ക്കാനാവാത്ത വാത്സല്യത്തിനുമായി ദാഹിക്കുമ്പോഴും ഉപേക്ഷിക്കപ്പെട്ട അനേകം അച്ഛനമ്മമാർ വിഷമിക്കുന്നത് ഞാൻ കണ്ടു. ഒരിക്കൽ 85 വയസ്സുള്ള പരിക്ഷീണയായ ഒരമ്മയെ ഞാൻ കണ്ടുമുട്ടി. ദുഃഖിതയായ ആ അമ്മയെ ഞാൻ എന്നോടൊപ്പം എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അന്ന് ഞാൻ സമാധാനമായി ഉറങ്ങി. അവിടെ തുടങ്ങി എൻ്റെ ഈ ജീവിതയാത്ര. കനലെറിയുന്ന മനസ്സിൻ്റെ നൊമ്പരം, വിഴിയടയുന്ന നേരത്തിനൊപ്പമോ കനിവറിയാത്ത കാലക്കണക്കുകൾ, ഇനിയിവിടെ തെളിയാത്ത ഓർമ്മകൾ. ഏറെ വർഷങ്ങളായി ഈശ്വരൻ എനിക്ക് കനിഞ്ഞു തരുന്ന ഓരോ പ്രഭാതവും അനവധി മാതാപിതാക്കളെ സ്നേഹസ്പർശത്താൽ ഉണർത്തുന്നു. അങ്ങനെ ഓരോ ദിനവും എൻ്റെ അമ്മ എൻ്റെ മുന്നിൽ കൺതുറക്കുന്നു. പ്രഭാതത്തിൽ ചൂട് ചായ നൽകി അവരുടെ നാവ് നനയ്ക്കുന്നതാണ് ഗാന്ധി ഭവൻ എന്ന സ്നേഹകൂടാരത്തിലെ പ്രഭാത പൂജ. സമൃദ്ധിയിൽ നിന്നുമല്ല, ദാരിദ്ര്യത്തിൻ്റെ തെളിനീരുറവയിൽ നിന്നുമാണ് വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ജന്മമെടുത്തത്. ഗാന്ധി ഭവന്റെ കഥയ്ക്കുമുണ്ട് ഇല്ലായ്മയുടെ ശുദ്ധിയും നൈർമല്യവും. പുനലൂർ മുനിസിപ്പാലിറ്റിയിലെ ജോലിയിൽ നിന്നുള്ള തുച്ഛമായ വരുമാനത്തിൽ നിന്ന് അശരണരെ സഹായിക്കുവാൻ പണം കണ്ടെത്തുകയും വഴിയോരത്തും വഴിയമ്പലത്തിലും ഒന്ന് നനച്ചു കുളിക്കാനോ ഒരു നേരത്തെ വിശപ്പടക്കാനോ ആവാതെ ദുഃഖം ഉള്ളിൽ ഒതുക്കിക്കഴിഞ്ഞവരെ വീട്ടിൽ കൊണ്ടുവന്ന് കുളിപ്പിച്ച് വസ്ത്രവും ഭക്ഷണവും നൽകി ചെറുപുഞ്ചിരിയോടെ പറഞ്ഞയച്ചിട്ട് വിശക്കുന്ന സ്വന്തം മക്കളെ മാറോട് ചേർത്ത് മനസ്സ് നിറയ്ക്കുന്ന അച്ഛനിൽ നിന്നാണ് സോമരാജൻ എന്ന ബാലനിൽ കനിവിൻ്റെ ചെറുനാമ്പ് മുളപൊട്ടി തളിരിട്ടത്. പഠനകാലത്ത് കളിക്കൂട്ടുകാരിൽ വിശക്കുന്നവരെ തിരിച്ചറിയാനും ഏതൊരു മനുഷ്യൻ്റെയും സന്തോഷവും സന്താപവും തെളിയുന്ന ദുഃഖമാവിനി മുഖകമലം തന്നെയാണെന്നും ആ ബാലൻ പഠിച്ചു. അമ്മ നന്നേ ചെറുപ്പത്തിലേ പോയി മറഞ്ഞെങ്കിലും നന്മ പ്രവൃത്തികളിൽ പിച്ച വെച്ച് വളർന്ന സോമരാജന് തുണയായി ലഭിച്ചതും ഒരു കാരുണ്യ സമ്പന്നയെ. അങ്ങനെ ആ നീരുറവ ഒരു മഹാനദിയായി. ഒരിക്കൽ കൊട്ടാരക്കരയിൽ നിന്നും കോക്കാട് ഗ്രാമത്തിലേക്കുള്ള യാത്രയിൽ 85 വയസ്സുള്ള വഴിയോരത്ത് ക്ഷീണിതയായി കണ്ട ഒരമ്മയെ സോമരാജൻ വീട്ടിലേക്ക് കൊണ്ടുപോയി. പാറുക്കുട്ടി. ആ കുഞ്ഞു കുടുംബം ആ അവശയായ അമ്മയെ നിറമിഴികളോടെ സ്വീകരിച്ചു. പക്ഷെ അതൊരു തുടക്കം മാത്രമായി. വൃദ്ധരും രോഗികളും ബുദ്ധിമാന്ദ്യം അനുഭവിച്ചവരുമെല്ലാമായി ഉപേക്ഷിക്കപ്പെട്ടവരും നിരാലംബരുമായ 1300ഓളം പേരുടെ ഭവനമായി ആ കുടുംബം വളർന്നു. മക്കൾക്ക് വേണ്ടാത്തവർ, അനാഥ ശിശുക്കൾ, രോഗപീഡിതർ, മാനസിക അസ്വാസ്ഥ്യമുള്ളവർ, എല്ലാവർക്കും വിശപ്പടക്കാൻ സ്വന്തം കുടുംബം പട്ടിണി കിടന്ന വർഷങ്ങൾ. കല്യാണ വീടുകളിലും ഹോട്ടലുകളിലും ബാക്കി വരുന്ന ഭക്ഷണത്തിനായി കാത്തുനിന്ന പകലുകൾ. സ്നേഹഭവനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അകന്നുപോയ സുഹൃത്തുക്കളും പിതൃസ്വത്തായി ലഭിച്ച ഭൂമിയും സഹധർമ്മിണി പ്രസന്നയ്ക്കുണ്ടായിരുന്ന ആഭരണങ്ങളുമെല്ലാം വിറ്റുതീർത്തു ഈശ്വരൻ്റെ മക്കൾക്ക് വിശപ്പടക്കാൻ.
പാറക്കുട്ടിയമ്മയുമായി 2 മുറിയുള്ള കൊച്ചു വീട്ടിൽ ആരംഭിച്ച ഈ പ്രസ്ഥാനം ഏറെ പ്രയാസങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ആദ്യ കാലഘട്ടം കഴിഞ്ഞു നോക്കിയത്. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അവസ്ഥ, ഏറെ ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു, ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്ന സാഹചര്യം, പല ഹോട്ടലുകളിലും അത് അടയ്ക്കാൻ നേരത്ത് അവിടെ എത്തി, വിവാഹം നടക്കുന്ന ഇടങ്ങളിലെത്തി അവിടെ നിന്നും ഭക്ഷണങ്ങൾ ശേഖരിച്ച് ഒക്കെയാണ് ഗാന്ധിഭവൻ ആദ്യകാലങ്ങളിൽ നടന്നത്. അനേകം വീട്ടമ്മമാർ അവരുടെ വീടുകളിൽ പിടിയേരി ശേഖരിച്ച് സമ്മാനിച്ചിട്ടുണ്ട്. അങ്ങനെ അനേകരുടെ സഹായങ്ങൾ കൊണ്ട് കടബാധ്യതകളോടുകൂടി ആണ് മുന്നോട്ട് നീങ്ങിയത്. മെല്ലെ മെല്ലെ ഗാന്ധിഭവൻ മുന്നോട്ട് നീങ്ങുമ്പോഴും സത്യസന്ധതയും സുതാര്യതയും ബോധവും സമർപ്പണമായി ഈ പാതയിൽ ഒരു പ്രകാശം ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു. ആ പ്രകാശത്തിലാണ് ഗാന്ധിഭവൻ നടന്ന് ഇത്രത്തോളം എത്തിയത്. ഇന്ന് 1600ഓളം പേർക്ക് നിത്യവും സദ്യയാണ്. പപ്പടം, പഴം, പായസമടക്കമുള്ള സമൃദ്ധമായ സദ്യ. ഇടയ്ക്ക് സ്പോൺസർമാരുടെ വകയായി ഊണ്, സസ്യേതരമായും. ISO നിലവാരത്തിൽ സ്റ്റാർ ഹോട്ടലുകളെ വെല്ലുന്ന പാചകപ്പുരയും ക്രമീകരണങ്ങളും. ഭക്ഷണമൊരുക്കുവാനും സ്നേഹത്തിൻ രുചിഭേദങ്ങളോടെ വിളമ്പുവാനും മാത്രമായി 42 പേരുടെ സേവനം. നാലര ഏക്കറോളം വരുന്ന ഗാന്ധിഭവൻ അങ്കണത്തിൽ നിന്ന് തന്നെ നാളികേരവും മറ്റു വകകളും ധാരാളം. ശുചീകരണത്തിനും മാലിന്യ സംസ്കരണത്തിനുമെല്ലാമുണ്ട് ഇവിടെ ഒരു ഗാന്ധിയൻ മാതൃക. കിടപ്പമുറികളും ഊട്ടുപുരയും പാചകപ്പുരയും പരിസരവുമെല്ലാം എല്ലാ ദിവസവും കഴുകിയും തുടച്ചും അണുവിമുക്തമാക്കും. ഏതെങ്കിലും മൂർച്ചയുള്ള ഒരു നോട്ടമോ ആക്രോശമോ ഇവിടെ ഉണ്ടാവില്ല. കാരണം ഓരോ സേവകനും സ്വന്തം ഭവനം പോലെ ഇവിടം സൂക്ഷിക്കുന്നു. പരിപാലനത്തിലും പരിചരണത്തിലും വിഭിന്നമായ ഒരു ജനകീയ ആസൂത്രണ മാതൃക. അംഗങ്ങൾ തന്നെ സംരംഭകരും സംഘാടകരുമാകുന്ന വിവിധ നിർമ്മാണ യൂണിറ്റുകൾ. പൊതുജനങ്ങൾക്കായി മിൽമ യൂണിറ്റ്, ന്യായവില മരുന്ന് വിൽപ്പനശാല, നിയമസഹായ കേന്ദ്രം, കൗൺസിലിംഗ് കേന്ദ്രം, ഇവയൊക്കെ ഗാന്ധിഭവനെ ഒരു സ്വയം പര്യാപ്ത ഗ്രാമമാക്കുന്നു. സോമരാജൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഗാന്ധിഭവൻ എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു എന്ന വസ്തുത ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ചെല്ലുന്ന ദിവസം, അതിനും ഏതാനും ദിവസങ്ങൾക്ക് പോലീസുകാരെ പിടിച്ചുകൊണ്ടുവന്ന് ഗാന്ധിഭവനിൽ ഏൽപ്പിച്ച പൂർണ്ണ ഗർഭിണിയായ ഭ്രാന്തിപ്പെണ്ണ് പ്രസവിച്ച 8-10 ദിവസം പ്രായമുള്ള ചെറിയ കുഞ്ഞു മുതൽ 85-90 വയസ്സ് വരെ പ്രായമുള്ള വയോവൃദ്ധന്മാർ വരെ ഏതാണ്ട് 1000-ലധികം വരുന്ന അന്തേവാസികളെയാണ് എനിക്ക് ഗാന്ധിഭവനിൽ കാണാൻ വേണ്ടി സാധിച്ചത്. ഗാന്ധിഭവൻ്റെ ചുറ്റും ഞാൻ സഞ്ചരിച്ച് അന്തേവാസികളുമായിട്ട് അവരുടെ സൗഹൃദവും അനുഭവവും പങ്കുവെക്കുകയുണ്ടായി. അവിടെ ഞാൻ കണ്ടത് സ്നേഹത്തിൻ്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ആളുകളെയാണ്. ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളപ്പെടുകയും പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന വളരെ പാവപ്പെട്ട ആളുകൾ മുതൽ സമ്പന്ന കുടുംബങ്ങളിലെ മക്കളാലും ബന്ധുക്കളാലും ഉപേക്ഷിക്കപ്പെടുന്ന അച്ഛനമ്മമാർ വരെ ഒരു സാന്ത്വനത്തിനു വേണ്ടി അവിടെ താമസിച്ച് ജീവിക്കുന്ന രംഗം കാണാൻ സാധിക്കുകയുണ്ടായി. സമൂഹം ആഗ്രഹിക്കുന്ന മതേതരമായിട്ടുള്ള ഒരു ഇടമായി നമുക്ക് പത്തനാപുരത്ത് ഗാന്ധിഭവനെ കാണാൻ വേണ്ടി സാധിക്കും. 4.5 ഏക്കറിൽ 1,00,000-ലേറെ സ്ക്വയർ ഫീറ്റിൽ പാർപ്പിട സമുച്ചയമുള്ള ഗാന്ധിഭവനിൽ പഞ്ചായത്ത് ഭരണമാണ്.
എത്രയോ പ്രശസ്തരും പ്രഗത്ഭരും ഈ സ്നേഹഗേഹത്തിൽ അംഗങ്ങളായി. തിരുവിതാംകൂറിന് ആധുനികതയുടെ അനവധി പൊൻതൂവൽ ചാർത്തി ഒടുവിൽ ഏതൊരു ജനസഞ്ചയത്തെയും പോലെ കേരളീയരിലും പ്രജാഭരണ മോഹമെന്ന ചരിത്രപരമായ അനിവാര്യതയിൽ രാജഭരണത്തോടൊപ്പം അധികാരം വിട്ടൊഴിഞ്ഞ ദിവാൻ സാക്ഷാൽ സർ CP രാമസ്വാമി അയ്യരുടെ ജ്യേഷ്ഠന്റെ ചെറുമകൾ ആനന്ദവല്ലിയമ്മാൾ വിളക്കൊരുക്കിയും ദീപം തെളിച്ചുമെല്ലാം ഒരു പൊൻതിരിനാളമായി ഇവിടെ കഴിഞ്ഞു പോരുന്നു. മലയാള സിനിമയുടെ പുഷ്കലകാലത്ത് 250-ലധികം കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്ന പാലാത്തങ്കം 18-ാമത്തെ വയസ്സ് മുതൽ അമ്മ വേഷം ചെയ്തു തുടങ്ങി. പ്രേം നസീർ, സത്യൻ തുടങ്ങിയ നായക നടന്മാരോടൊപ്പം അഭിനയിച്ചു. നിരവധി ചിത്രങ്ങളിൽ മറ്റ് കലാകാരികൾക്ക് ശബ്ദം നൽകി. മലയാള ചലച്ചിത്ര ലോകത്ത് ഭാവാഭിനയത്തിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ TP മാധവൻ ജീവിതത്തിൽ അഭിനയത്തിന് സ്ഥാനമില്ലെന്ന് വിശ്വസിക്കുന്നു. 600-ലേറെ ചിത്രങ്ങളിൽ പ്രൗഢഗംഭീര വേഷങ്ങൾ. അമ്മ എന്ന ചലച്ചിത്ര സംഘടനയുടെ സ്ഥാപകനും ആദ്യ 10 വർഷത്തെ സാരഥി. ഇന്ന് TP മാധവൻ ഗാന്ധി ഭവനിലെ സ്വന്തം TP ആണ്. ഇവിടെ 1200ഓളം വരുന്ന അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും എനിക്ക് കൂട്ടായിട്ടുണ്ട്. എല്ലാവരും അവരുടേതായ കുറ്റങ്ങൾ കൊണ്ടോ അല്ലാതെയോ ഇവിടെ എത്തിച്ചേർന്നവരാണ്. ഇവിടെയുള്ള അന്തേവാസികളെല്ലാം നിങ്ങൾ കാണുമ്പോൾ വളരെ ചിരിച്ചുകൊണ്ട് നിങ്ങളെ തൊഴുത് സ്വാഗതം പറഞ്ഞു. കാരണം എന്താ, അവർ സന്തോഷവതികളാണ്. ഈ സാധാരണഗതിയിൽ ഇവിടെയുള്ളവരുടെ സങ്കടങ്ങളെല്ലാം ആണ് നമ്മളെല്ലാം കാണാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, അവരെല്ലാവരും കരുതലോടെ നോക്കുന്ന ഒരാളുണ്ട്, ശ്രീ ഡോക്ടർ പൊന്നൂർ സമ്രാജൻ. അതുകൊണ്ടാണ് അവർ ആ കരുതാനൊരാളുണ്ട് എന്നുള്ള ചിന്തയാണ് ആ സഹോദരമായി സന്തോഷത്തോടു കൂടി ഇരിക്കാൻ ഇവിടെ സമയം. കഴിഞ്ഞ 10 വർഷത്തിനിടെ 75ഓളം വിവാഹങ്ങൾ ഗാന്ധി ഭവനിൽ നടന്നു. എല്ലാം സുമനസ്സുകളുടെ ഹൃദയവിശാലത. 40ഓളം വിവാഹങ്ങൾ നടത്തി സഹായിച്ച വ്യവസായ പ്രമുഖൻ K. മുരളീധരനെ പോലെ ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് നീളുന്ന വിശാല ഹസ്തങ്ങൾ കരുണയുടെ കൈത്താങ്ങാകുന്നു. വിശ്വപൗരൻ പത്മശ്രീ MA യൂസഫലിയാണ് ഗാന്ധി ഭവന്റെ പുതിയ ബ്ലോക്ക് നിർമ്മിച്ച് നൽകുന്നത്. സ്നേഹവും ധനവും പങ്കുവയ്ക്കപ്പെടുമ്പോഴാണ് കരുണാമയനായ ഈശ്വരന്റെ സാന്നിധ്യം മണ്ണിൽ ദൃശ്യവേദ്യമാവുക. 75ഓളം നിർധന പെൺകുട്ടികൾക്ക് വിവാഹം ഈ ഗാന്ധി ഭവൻ്റെ നേതൃത്വത്തിൽ നടത്തി കൊടുക്കാൻ കഴിഞ്ഞു. അതിലേതാണ്ട് 12 പേർ ഗാന്ധി ഭവനിൽ തന്നെ വളർന്ന കുട്ടികളാണ്. അതൊക്കെ നല്ല കുടുംബങ്ങളിലേക്കാണ് അവരെ അയച്ചത്. നല്ല വിദ്യാഭ്യാസം ചെയ്യിച്ചിട്ടുമാണ് അയച്ചിട്ടുള്ളത്. ഈ വിവാഹങ്ങൾ നടത്തിയതിൽ ഏതാണ്ട് 40 വിവാഹങ്ങൾ പ്രവാസി വ്യവസായിയും മുരളിയ ഫൗണ്ടേഷൻ എന്ന ചാരിറ്റി പ്രസ്ഥാനത്തിൻ്റെയൊക്കെ സാരഥിയായിട്ടുള്ള ശ്രീ K. മുരളീധരൻ്റെ സഹായമാണ്. മറ്റുള്ളവരെല്ലാം ചില പ്രസ്ഥാനങ്ങളുടെയും വ്യക്തികളുടെയൊക്കെ സഹായം കിട്ടിയാണ് ഈ വിവാഹങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. വിവാഹം നടത്തി പോയവരെ അവരുടെ ജീവിതത്തെപ്പറ്റി ഇവിടുന്ന് അന്വേഷിക്കാറുണ്ട്. എല്ലാ വർഷവും ഓണക്കാലത്ത് എല്ലാവരും ഇവിടെ എത്തിച്ചേരാറുണ്ട്. അവരെല്ലാം സന്തോഷകരമായി കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാരിതാർത്ഥ്യമായി നിലകൊള്ളുന്നത്. പത്മശ്രീ ഡോക്ടർ MA യൂസഫലി സാറ്, അദ്ദേഹത്തിൻ്റെ സഹായഹസ്തമാണ് ഗാന്ധി ഭവൻ്റെ ഇപ്പോൾ കാണുന്ന വളർച്ചയ്ക്കെല്ലാം നിദാനമായിട്ടുള്ളത്. അദ്ദേഹം വളരെ യാദൃച്ഛികമായിട്ടാണ് ഗാന്ധി ഭവൻ സന്ദർശിക്കുന്നത്. ഇവിടുത്തെ പ്രവർത്തനങ്ങളെ അദ്ദേഹം നിരീക്ഷിച്ചു. അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. പ്രതിവർഷം 1 കോടി രൂപ വീതം ഗാന്ധി ഭവൻ്റെ പ്രവർത്തന ചെലവിലേക്ക് അദ്ദേഹം തരുന്നുണ്ട്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അതുകൊണ്ട് ഇവിടെ നിർവഹിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ 5 കോടി രൂപ ചെലവിട്ട് 200 അമ്മമാർക്ക് താമസിക്കാൻ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു മന്ദിരം അദ്ദേഹം നിർവഹിച്ചു തരുന്നു. അങ്ങനെ ഒട്ടേറെ പേരുടെ കര സ്പർശമാണ് ഗാന്ധി ഭവൻ നിലനിർത്തുന്നത്. പ്രവാസി വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തനമായ പത്മശ്രീ CK മേനോൻ സാറിൻ്റെ സഹായസ്ഥം ചെരിഞ്ഞിട്ടുണ്ട്. വിദേശത്തെ BKL ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ഡോക്ടർ വർഗീസ് കുര്യൻ്റെ സഹായം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ സ്നേഹനിധികളുടെ സ്വാന്തനവും സമാശ്വാസവും ഗാന്ധി ഭവനിൽ ലഭിക്കുന്നു. പങ്കുവയ്പും പരസ്നേഹവും എന്ന യേശുവിൻ്റെയും ഗാന്ധിജിയുടെയും ആശയങ്ങളുമായി ചേർത്തുവച്ചാണ് ഗാന്ധി ഭവൻ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ചിന്തയ്ക്ക് പൂർണ്ണത നൽകുന്നത്. മഹാത്മാഗാന്ധിയോട് സായിപ്പ് ചോദിച്ചു, അങ്ങയ്ക്ക് ലോകത്തിന് കൊടുക്കാനുള്ള സന്ദേശം എന്താണെന്ന്.
മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നതും അതിന് ധൈര്യമുള്ളതുമായിട്ടുള്ള ഒരാളെ അന്നുള്ളൂ, അത് മഹാത്മാഗാന്ധി തന്നെയാണ്. ഇവിടെ നമുക്കത് തന്നെ കാണാം. കാരണം അദ്ദേഹത്തിൻ്റെ മഹാത്മാഗാന്ധിയുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഇത് ഒരു സന്ദേശം തന്നെയാണ്. ഈ സ്ഥാപനമെന്ന് പറയുന്നത് തന്നെ ലോകത്തിന് തന്നെ ഒരു സന്ദേശമാണ്. അഗതികളെ എങ്ങനെ സംരക്ഷിക്കണം, പാവപ്പെട്ടവരോട് എങ്ങനെ കാരുണ്യം കാണിക്കണം, അന്യ ആളുകളെ എങ്ങനെ സ്നേഹിക്കണം, എന്താണ് സാഹോദര്യം, എന്താണ് ആ സമാധാനം, മതേതരത്വം എന്താണ്, ഇതെല്ലാം കാണിക്കുന്നതാണ്, വിളിച്ചോതുന്നതാണ് ഗാന്ധി ഭവൻ്റെ പ്രവർത്തനങ്ങൾ. ശാന്തപ്രശാന്തം ഈ ഭവനം, ശാന്തിനികേതനം ദേവാലയം. പരസ്പരം സഹോദരങ്ങളായി മക്കളും അച്ഛനും അമ്മയുമായി തുല്യരായി തീരുന്ന ഒരു മനോജ്ഞ സങ്കല്പ ലോകം. ബുദ്ധിയും ധനവും സൗന്ദര്യവും ഒന്നുമല്ല ജീവന്റെ അളവുകോൽ, അത് സന്തോഷവും സമാധാനവുമാണ്. ആധിയും വ്യാധിയുമില്ലാത്ത പ്രശാന്തതയാണ്. ബുദ്ധിയുടെ പരിമിതിയിൽ പോലും സഹജർക്ക് സാന്ത്വനമേകുന്ന നിഷ്കളങ്കത. ലോകം മാതൃകയാക്കേണ്ടത് ഈ സഹാനുഭൂതിയാണ്, സ്നേഹവും പരിലാളനയുമാണ്. ധനരേഖയും ഭാഗ്യരേഖയും എല്ലാം മാഞ്ഞു പോകുമ്പോഴും ആയുസ്സിൻ്റെ ബലവും ഈശ്വരാനുഗ്രഹവും കൊണ്ട് ഈ സ്നേഹ സാന്ത്വന തീരത്തണഞ്ഞവർക്കേകാൻ ഈ തെളിവട്ടത്തുണ്ട് സുഹൃതമാനസരായ അനേകം സേവകർ. അവർക്ക് നേതൃത്വം നൽകുന്നത് 13 വർഷമായി ഇവിടെ സേവനം ചെയ്യുന്ന സിസ്റ്റർ സൂസൻ. കേരളത്തിൽ തന്നെ ഈ തരത്തിൽ ഉള്ളൊരു സംവിധാനം മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊരു വ്യക്തിയുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് 100 കണക്കിന് അഗതികളായിട്ടുള്ളവർ, പ്രായമായിട്ടുള്ള മറ്റ് നോക്കാനില്ലാത്ത ആൾക്കാർ, സാമാന്യം സാമ്പത്തികമായി കഴിവുള്ളതായിട്ടുള്ള മക്കളുള്ള ആൾക്കാർ, അവിടെ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ളതായ സംവിധാനം, ഇതെല്ലാം അടങ്ങുന്നതായിട്ടുള്ള ഒരു സംവിധാനമാണ് പത്തനാപുരത്ത് ഈ ശ്രീ സോമരാജൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ അതിനെപ്പറ്റി കേട്ടപ്പോൾ അത് വിശ്വസിക്കാൻ വിഷമമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ നേരെ പോയി അത് മുഴുവൻ നടന്ന് കാണുകയുണ്ടായി. അവിടെയുള്ള സ്ത്രീകളും അവിടെയുള്ള പ്രായമുള്ള ആൾക്കാരും ഒക്കെ തന്നെ ഉല്ലാസവതികളും സന്തോഷവാന്മാരായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു. വളരെ വൃത്തിയുള്ള അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായത്. അവരോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കാനും എനിക്ക് അവസരമുണ്ടായി. അപ്പോൾ അതൊരു നല്ല രീതിയിൽ നടക്കുന്നതായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ളൊരു സ്ഥാപനമാണ്. ഈ സ്നേഹക്കൂടാരത്തിൽ സാന്ത്വനമേകാൻ സമയം കണ്ടെത്തി പറന്നെത്തുന്ന അനവധി സ്നേഹസമ്പന്നരുമുണ്ട്. ഗാന്ധി ഭവനിൽ ഞാനൊരു അന്യനല്ല, ഈ കുടുംബത്തിലെ ഒരു അംഗം പോലെ അവർ എന്നെ കാണുന്നു. എനിക്ക് ഞങ്ങളെ സ്വാമിനെ സാറിനെ കുറിച്ചൊന്നും പറയാൻ ബാക്കില്ല. എനിക്ക് 2 വാക്ക് സ്വാമിനെ സാറെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നാണക്കേടാണ്. ഞാൻ പറയണേ, ഞങ്ങളെ പൊന്നു തമ്പുരാൻ, ഞങ്ങളെ സാറല്ല, ഞങ്ങളെ പൊന്നു തമ്പുരാനാ. ഞങ്ങളുടെ സ്വാമിനെ സാറിനെയും കുടുംബത്തെയും കൊണ്ട് ഞാൻ ഒരുപാട് സുഖാനുഭവിക്കുന്നു. ഒരുപാട് സുഖാനുഭവിക്കണം. എൻ്റെ ജീവിതത്തിലില്ലാത്ത സുഖം ഞാൻ ഗാന്ധി ഭവനിൽ ഞാൻ അനുഭവിക്കണം. മക്കളെ, എനിക്ക് ഇനി ഇവിടെ ആയാൽ മതി. സ്വാമിനെ സാറെന്ന് എനിക്ക് വിളിക്കാൻ നാണക്കേടാ. ഞങ്ങളെ പൊന്നു തമ്പുരാനാണ്. വാർദ്ധക്യം പ്രകൃതി മനുഷ്യനെ പരിപൂർണതയിലെത്തിക്കുന്ന പുണ്യകാലം. ദൈവം മനുഷ്യന് പരിശുദ്ധിയുടെ പര്യായമായി വെള്ളി മുടിക്കെട്ടേകി അനുഗ്രഹിക്കുന്ന കാലം. ആധിയും വ്യാധിയുമകന്ന് സ്വച്ഛതയിൽ ഈശ്വര സാന്നിധ്യം അറിയേണ്ട കാലം. വാർദ്ധക്യത്തിൽ മനസ്സ് അശാന്തമായിക്കൂടാ. അവരെ പ്രശാന്തതയിലേക്ക് ആനയിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഈ സന്ദേശം പുതുതലമുറയിൽ എത്തിക്കുവാനാണ് എന്നും ഗാന്ധി ഭവനിൽ ഗുരുവന്ദനം നടക്കുന്നത്. നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു, ഹൃദയത്തിരൾത്താരയിൽ വന്നൻ അഴലിൻ കൂരിരുൾ മാറ്റി. ഓരോ ദിവസവും ഇതിനായി ഇവിടെ എത്തുന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ.
മഹാനായ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, അള്ളാഹുവിൻ്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്. എല്ലാമായി നാം സംരക്ഷിക്കേണ്ട നമ്മുടെ മാതാപിതാക്കളെയും വൃദ്ധജനങ്ങളെയും സംരക്ഷിക്കാതെ തെരുവോരങ്ങളിൽ തള്ളുന്ന ഒരു ദൗർഭാഗ്യം നിറഞ്ഞ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സന്ദർഭത്തിൽ പത്തനാപുരം ഗാന്ധി ഭവൻ അത്തരക്കാരെ ഏറ്റെടുത്ത് അവർക്ക് വേണ്ട ശുശ്രൂഷകൾ നൽകി എല്ലാം നൽകി സംരക്ഷിക്കുന്നു എന്നുള്ളത് എത്രയോ വലിയൊരു കാര്യമാണ്. സത്യത്തിൽ ഗാന്ധി ഭവനിൽ ചെന്നാൽ നമ്മൾ കാണുന്നത് ഭാരതത്തിൻ്റെ തന്നെ മറ്റൊരു കൊച്ചു ചിത്രമാണ്. നാനാജാതി മതസ്ഥരിൽപ്പെട്ട സംരക്ഷണം ആവശ്യമായ അനേകരെ, ആയിരങ്ങളെ സംരക്ഷിക്കുന്ന മഹത്തായ ഒരു സ്ഥാപനം. കാരുണ്യത്തിൻ്റെയും അലിവിൻ്റെയും ആർദ്രതയുടെയും അനുകമ്പയുടെയും മഹത്തായ പാഠങ്ങൾ ലോകത്തിന് പകർന്നു നൽകുന്ന ഗാന്ധി ഭവന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഇവിടെ എല്ലാ സുഖസുഷുപ്തിയിലും സ്വന്തം കുടുംബത്തിൻ്റെ സ്നേഹവും പരിലാളനയും ലഭിക്കാനുള്ള ആഗ്രഹം ചിലപ്പോഴെങ്കിലും മനസ്സിൻ്റെ വെളിച്ചം കയറ അറകളിൽ നിന്ന് ഒരു ചെറു നനവായി കൺകോണിലെത്തും. ഈ കാഴ്ചയിൽ നിന്നുമാണ് പ്രായമായ അച്ഛനെയും അമ്മയെയും ഉപേക്ഷിക്കരുത് എന്ന സന്ദേശം പുതുതലമുറയിലേക്ക് ഗാന്ധി ഭവനും ശ്രീ സോമരാജനും പകരുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വയോജനങ്ങളെ പാഴ്വസ്തുക്കളെ പോലെ വലിച്ചെറിയുന്നൊരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം മാതാപിതാക്കളെ പോലും ഉപേക്ഷിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ ഈ കേരളത്തിൻ്റെ അന്തസ്സിന് ചേർന്നതല്ല ഇത്തരത്തിലുള്ള മാതാപിതാക്കളെ ഉപേക്ഷിക്കൽ. അതിനെതിരെ ഒരു പ്രതികരണമെന്നുള്ള നിലയിൽ ഗാന്ധി ഭവൻ ആരംഭിച്ച ഗുരുവന്ദന സംഗമം, 5 വിഷയങ്ങളാണ് ഗുരുവന്ദന സംഗമത്തിലൂടെ വിദ്യാർത്ഥികളുടെ മുന്നിലേക്ക് ഗാന്ധി ഭവൻ വയ്ക്കുന്നത്. മാതാവും പിതാവും ഗുരുവും കാണപ്പെട്ട ദൈവങ്ങളാണ്. അവരെ നിന്ദിക്കരുത്, ഉപേക്ഷിക്കരുത്. രാജ്യസ്നേഹവും മതേതരത്വവും ഉയർത്തിപ്പിടിക്കണം. പ്രകൃതിയെ പരിശുദ്ധമായി കാത്തുപരിപാലിക്കണം. അന്ധവിശ്വാസങ്ങളെ ഇല്ലായ്മ ചെയ്യണം. ലഹരി പദാർത്ഥങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത്. ഈ 5 സന്ദേശങ്ങളടങ്ങിയ ഗുരുവന്ദന സംഗമം ഗാന്ധി ഭവനിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ 1400ഓളം ദിവസങ്ങൾ പിന്നിടുകയാണ്. ഒരു ദിവസം പോലും മുടങ്ങാതെ നടന്നു വരുന്ന ഈ സംഗമത്തിൽ നമ്മുടെ ഇന്ത്യയുടെ വിദേശത്തു നിന്നുള്ള കേരളത്തെ അനേകം മഹാപ്രതിഭകൾ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. 40,000-ൽ പരം വിദ്യാർത്ഥികൾക്ക് ഈ സന്ദേശം പകർന്നു നൽകാൻ കഴിഞ്ഞു. ഇപ്പോൾ കേരള വിദ്യാഭ്യാസ വകുപ്പ് ഈ പദ്ധതി എല്ലാ വിദ്യാലയങ്ങളിലും വ്യാപിപ്പിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള ചുമതല ഗാന്ധി ഭവനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആരും അനാഥരല്ല. മുത്തച്ഛനെ കാണാൻ കൊതിച്ച കുഞ്ഞു മനസ്സുകൾക്ക് ശ്രീ സോമരാജൻ നൽകുന്നത് സ്വന്തം ചെറുമക്കൾക്ക് നൽകുന്ന വാത്സല്യം. ഓരോ ദിനവും അക്ഷരവടിവും കൊച്ചു വിശേഷങ്ങളുമെല്ലാം തൊട്ടറിയുന്നു. കുഞ്ഞുടുപ്പും പട്ടുപാവാടയുമെല്ലാം ഒരമ്മയെപ്പോലെ ഒരുക്കി വയ്ക്കാറുണ്ട് അമ്മമാർ ഇവിടെ. പാട്ടും കഥയും പഴങ്കഥയുമായി വാത്സല്യ പൂമഴ പെയ്യുമ്പോൾ പിറന്നു വീണ അപൂർണ ശലഭങ്ങൾക്കും ഇവിടെ ചിറകുമുളയ്ക്കും. കണ്ണും കാതും ഉണരും. അവരുടെ ഉള്ളിലെ തേഞ്ഞും പൊടിഞ്ഞും ബന്ധമറ്റ ഓർമ്മക്കണ്ണികൾ മണ്ണിലെ മാലാഖമാർ ഇതാ കൂട്ടിയിണക്കുന്നു. ദൈവകരങ്ങൾക്ക് മനുഷ്യർ പൂർണ്ണതയേകുന്നു. അനുജന് ജ്യേഷ്ഠവാത്സല്യം. ഈ സ്നേഹത്തിൻ സ്വർഗീയോദ്യാനത്തിൽ തുഞ്ചൻ്റെ കിളിത്തത്ത പാട്ടുപാടുന്നു. കുഞ്ചൻ്റെ ചിരിക്കൊഞ്ചൽ വളക്കിലുക്കുന്നു. നവാഗത ശിശുക്കൾ മുതൽ മുതിർന്ന കുട്ടികൾ വരെ പ്രത്യേക ബ്ലോക്കുകളിൽ ഗാന്ധി ഭവന്റെ മക്കളായി വളരുന്നു. സ്നേഹ സുഷുപ്തിയിൽ വിഭവങ്ങൾക്ക് തേനിൻ്റെ മാധുര്യം. അത് വാത്സല്യ കുമ്പിളിൽ. ഇത് ഈശ്വര സ്പർശം. ഉറക്കമില്ലാത്ത ഒരു രാത്രിയിൽ മടിയിൽ ചേർത്ത് ആശ്വസിപ്പിച്ച് ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നോതിയ ആ വൻ കൃപ.
ഇതാ ആയിരങ്ങളിലേക്ക് ഒരു കുളിർ സ്പർശമായി. സുകൃതമനമിയലും സ്നേഹസാന്ത്വനതീരം സൃഷ്ടിസ്ഥിതികൾക്കുമേൽ മാനവ മഹാപുണ്യം സത്യമേ മുക്തസ്നേഹലാവണ്യമേ മണ്ണിലെത്തിയ കനിവിൻ്റെ കാരുണ്യ സ്പർശങ്ങളെ നിങ്ങളിൽ തെളിയുന്നു, നിങ്ങളാൽ നിറയുന്നു നിത്യമാം സനാതന സുസ്മേര സ്നേഹവായ്പ്. അഗ്നിയായി പ്രഭാതത്തിലുദിക്കും സൂര്യാംശു പോൽ മണ്ണിൻ്റെ ഹൃദന്തത്തെ നനയ്ക്കും നദി പോലെ ശാന്തി തൻ സമാശ്വാസ സ്നേഹസാന്ത്വനതീരം ശാന്തി തൻ സമാശ്വാസ സ്നേഹസാന്ത്വനതീരം.